മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തെ രഞ്ജിത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. അതെ, തീർച്ചയായിട്ടും അറിയില്ല, നോക്കാം, അന്വേഷിക്കാം. അതെ, തീർച്ചയായിട്ടും. രാഗൻ ചേരുന്നുണ്ട്, വിവരങ്ങളുമായി തുടരുകയാണ്. രാഗൻ, പറയൂ, ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്തിനെ എങ്ങോട്ടേക്കാണോ കൊണ്ടുപോയത്? എറണാകുളം സബ് ജയിലിലേക്കാണോ? അഭിഭാഷകൻ പറഞ്ഞത് എന്തൊക്കെ? രഞ്ജിത്തിനെ എറണാകുളം സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 13/4 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ഘട്ടത്തിലാണ് രഞ്ജിത്തിന് ചില അസ്വസ്ഥതകൾ ഉണ്ടായത്. അതിനുശേഷം ഇന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്തു. തുടർന്ന് നേരെ വനിതാ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നേരെ ഈ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുകയായിരുന്നു. 13/4 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അഭിഭാഷകൻ പറഞ്ഞത്, മുഹമ്മദ് സിയാദ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അതായത് ജാമ്യാപേക്ഷ മൂവ് ചെയ്തിട്ടുണ്ട്, ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് തന്നെ പരിഗണിക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നതും അഭിഭാഷകൻ വ്യക്തമാക്കുന്നു. അതോടൊപ്പം ചില തിടക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും പങ്കുവെക്കുകയാണ്. ഇപ്പോൾ എറണാകുളം സബ് ജയിലിലേക്ക് ഈ രഞ്ജിത്തിനെ കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഈ രഞ്ജിത്ത് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ, മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ചോദിച്ചിരുന്നു ഈ കേസിനെ കുറിച്ച്. അപ്പോൾ കള്ളക്കേസാണ്, വ്യാജമാണ് എന്ന കാര്യമാണ് രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രതികരണം നൽകിയെങ്കിലും അതിൽ ഓഡിയോയിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് ഈ കാര്യമാണ്, അതായത് കള്ളക്കേസാണ് എന്ന ഒരു കാര്യമാണ് രഞ്ജിത്ത് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും രഞ്ജിത്തിനെ ഇവിടെ നിന്ന് നേരെ എറണാകുളം സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി തുടർ നടപടികൾ, അതായത് ഇനി ജാമ്യാപേക്ഷ ഫയൽ ചെയ്ത് ജാമ്യം കിട്ടുകയാണെങ്കിൽ രഞ്ജിത്തിന് പുറത്തിറങ്ങാൻ കഴിയും. അഥവാ ഇനി പോലീസിന്റെ വെർഷൻ കേൾക്കേണ്ടതായിട്ടുണ്ട്, അത് നീട്ടിവെക്കുകയാണെങ്കിൽ രഞ്ജിത്ത് ജയിലിൽ തന്നെ തുടരും. എന്തായാലും ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്.